നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയും കടുത്ത തൊഴിലില്ലായ്മയ്ക്കെതിരെയും ലക്ഷക്കണക്കിന് യുവാക്കൾ തെരുവിൽ പോലീസിന്റെ ലാത്തി ചാർജും അടിച്ചമർത്തലും നേരിടുമ്പോൾ ആ മടികളെല്ലാം മാറ്റിവെച്ച് മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരും ആർട്ടിസ്റ്റുകളും ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പരസ്യമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. കേവലം ഒരു ഓൺലൈൻ ആക്ഷേപഹാസ്യമായിട്ട് തുടങ്ങിയ ഈ ഒരു പ്രസ്താവനം ഇന്ന് രാജ്യത്തെ നടുക്കുന്ന ജനമുന്നേറ്റമായിട്ട് മാറുമ്പോൾ ചലച്ചിത്ര ലോകം ഈ ഒരു സമരത്തെ നെഞ്ചിലേറ്റുന്നത് വലിയൊരു രാഷ്ട്രീയ പ്രതിരോധത്തിനാണ് അടിവരയിടുന്നത്. തങ്ങളുടെ സിനിമകൾ വിജയിപ്പിക്കുന്ന യുവതലമുറയുടെ ഭാവി സിസ്റ്റത്തിന്റെ പരാജയങ്ങൾ കാരണം അനിശ്ചിതത്വത്തിലാകുമ്പോൾ ആ മൗനം പാലിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മലയാള സിനിമയിലെ പ്രമുഖ യുവതാരൻ ടൊവിനോ തോമസ്, സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ, അതുപോലെ തന്നെ പ്രശസ്ത അവതാരിക രഞ്ജിനി ഹരിദാസ്, വിജേഷ് വിജയൻ, പാർവതി തിരുവോത്ത് എന്നിവർ തങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. വിയോജിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിന്റെ അടിത്തറയാണെന്നും സമാധാനപരമായിട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ക്രൂരമായിട്ട് അടിച്ചമർത്തുന്നത് ജനാധിപത്യത്തിലുള്ള വിശ്വാസം തകർക്കുമെന്നും ടൊവിനോ തോമസ് തുറന്നടിച്ചു. പരിക്കേറ്റ വിദ്യാർത്ഥികളുടെയും പോലീസ് അക്രമത്തിന്റെയും ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച് വിസ്മയ മോഹൻലാൽ ഉന്നയിച്ച ചോദ്യങ്ങൾ വലിയ രീതിയിലാണ് ചർച്ചയാകുന്നത്. കേരളത്തിന് പുറമെ തമിഴ് ചലച്ചിത്ര രംഗത്ത് നിന്നും പ്രമുഖ സംവിധായകൻ രഞ്ജിത്ത്, അതുപോലെ തന്നെ മുതിർന്ന നടി രേവതി തുടങ്ങിയവരെല്ലാം വിദ്യാർത്ഥികളുടെ ഈ ഒരു പോരാട്ടമാണ് യഥാർത്ഥ ജനകീയ സമരമെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രംഗത്തെത്തി കഴിഞ്ഞു. യുവതലമുറയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ടൊവിനോ തോമസ്, വിസ്മയ മോഹൻലാൽ, പാർവതി തിരുവോത്ത് എന്നിവരെ ഉൾപ്പെടെയുള്ളവർക്ക് അല്ലെങ്കിൽ ഈ താരങ്ങൾക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഈ ഭരണാനുകൂലികളായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. വലിയൊരു സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. എന്നാൽ തന്റെ രാഷ്ട്രീയം മനുഷ്യത്വം മാത്രമാണെന്ന് വ്യക്തമാക്കി സൈബർ അക്രമികൾക്ക് ടൊവിനോ കൃത്യമായിട്ടുള്ള മറുപടി നൽകി. ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. ഈ ഒരു പ്രതിഷേധത്തെ അനുകൂലിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അറ്റാക്കിംഗ് ഉണ്ട്, സൈബർ ബുള്ളിംഗ് ഉണ്ട്. എന്തൊക്കെയാണ് ഈ ഇവിടെ നടക്കുന്നത്? ഈ സൈബർ ബുള്ളിങ്ങും അറ്റാക്കും നടത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധ വേളയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരെ തല്ലിച്ചതച്ചത് നമ്മൾ കണ്ടതാണ്. അതും യൂണിഫോം ഇല്ലാത്ത ചില ആളുകൾ വടിയുമായിട്ട് രംഗത്തെത്തുകയാണ്. ആ വടിക്കുള്ളിൽ ആണി തറച്ചു വെച്ചാണ് ഇവരെ തല്ലുന്നത്. അതായത് മുൻപേ കരുതി കൂട്ടി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന ഒരു കൂട്ടം ആളുകൾ, ഈ പോലീസിന്റെ സംരക്ഷണയോടെ ചില ആളുകൾ അതിന്റെ ഇടയിൽ കൂടെ നടന്നു വന്നുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ തല്ലുന്ന ഉൾപ്പെടെയുള്ള വീഡിയോകളുണ്ട്. അതായത് സ്വന്തം ന്യായത്തിന് അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയിട്ട് ഒരു പറ്റം വിദ്യാർത്ഥികൾ, പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഈ ഒരു തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുമ്പോൾ കാണിക്കുന്ന അനീതിയാണ്. ഈ അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു കുറിപ്പിട്ട് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് ഈ സംഘപരിവാർ അല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വലിയ പരാജയമാണ് അയോധ്യയിൽ ഈ പറയുന്ന BJPക്ക് ഉണ്ടാകുന്നത്. അയോധ്യ വിഷയം മുൻനിർത്തുന്നുണ്ട്, അതുപോലെ തന്നെ നീറ്റ് വിഷയം മുൻനിർത്തുന്നുണ്ട്. മോദിയുടെ പോക്ക് എങ്ങോട്ടാണ്? മോദി എന്തുകൊണ്ടാണ് ഇതിലൊക്കെ നിശബ്ദത പാലിക്കുന്നത്? അതിന് വലിയൊരു വിമർശനവും നടക്കുന്നുണ്ട്. അയോധ്യ പേടിയിൽ പൂട്ടിയ വായ പ്രധാനമന്ത്രിക്ക് ഈ ഒരു രാജ്യത്തെ വിദ്യാർത്ഥി പടയ്ക്ക് മുന്നിൽ തുറക്കേണ്ടി വരുമെന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം സിനിമാ താരങ്ങൾ കൂടി ഉറപ്പിച്ച് പറയുമ്പോൾ ഈ സമരം ഭരണകൂടത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. ഈ കത്തുന്ന പശ്ചാത്തലത്തിലാണ് നാം ഇന്നത്തെ ഒരു രീതി ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ ഒരു പ്രതിഷേധം ചെയ്യുന്നത് യുവ തലമുറയാണ്. ആ തലമുറകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവരുടെ ആശയം തന്നെ എന്താണ്. ഈ പ്രതിഷേധം നടത്തുമ്പോൾ അവർക്ക് അവിടെ നീതി ലഭിക്കണം. അവർ തെറ്റ് ചെയ്തിട്ടില്ല, അവരൊന്നും ചെയ്തിട്ടില്ല. അവര് പറയുന്ന കാര്യത്തിന്, അതായത് അവരുടെ നീറ്റ് പരീക്ഷ ചോർച്ച, അവിടെ 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ഇതിനൊക്കെ അവർക്ക് നീതി വേണം. ഇതെങ്ങനെയാണ് രാജ്യദ്രോഹമാകുന്നത് അല്ലെങ്കിൽ കുറ്റമാകുന്നത്? ഈ മരിച്ചവരുടെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ഈ വിദ്യാഭ്യാസ മന്ത്രി ഏറ്റെടുക്കുമോ? അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന ഇവരാണോ ഏറ്റെടുക്കേണ്ടത്? അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുക, ഇങ്ങനെയാണോ ഒരു പ്രതിഷേധം നടത്തുമ്പോൾ? നമുക്കറിയാം പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്, സമരങ്ങൾ കണ്ടിട്ടുണ്ട്. ജലപീരങ്കി ഉപയോഗിക്കുന്നു, ഈ കണ്ണീർവാതകം ഉപയോഗിക്കുന്നു, അങ്ങനെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ജന്തർ മന്ദറിൽ ഈ വിദ്യാർത്ഥികൾ സമരം ചെയ്തത് എങ്ങനെയാണ്? യാതൊരു തരത്തിലുള്ള കൊടികളോ തോരണങ്ങളോ മുദ്രാവാക്യങ്ങളോ ഒന്നുമില്ല. വളരെ സമാധാനപരമായിട്ടാണ് ഈ വിദ്യാർത്ഥികൾ അവിടെ സമരം ചെയ്യുന്നത്. ആ വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ വേണ്ടി അല്ലെങ്കിൽ അവർ പറയുന്ന
പറയുന്ന നീതിന്യായങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഒരു പറ്റം സംഘപരിവാർ നടത്തുന്ന ഏറ്റവും വൃത്തികെട്ട കാര്യമാണിത്. ഈ കാര്യത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ പല നടന്മാരെയും അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള ആളുകളെയും പല രീതിയിൽ ഈ ഒരു കാര്യത്തെ പറ്റി പറയുന്നതും അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളുകൾക്കെതിരെയും താഴെ കമന്റ് ബോക്സിൽ വന്ന് ഈ സംഘപരിവാർ പച്ചത്തെറി തുപ്പുന്നത്. പരീക്ഷാ പേപ്പർ ചോർച്ചയും സിസ്റ്റത്തിന്റെ വീഴ്ചകളും കാരണം ഈ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി നഷ്ടപ്പെടുമ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യുന്നവരെ ഗുണ്ടകളെയും പോലീസിനെയും വിട്ട് തല്ലിച്ചതയ്ക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത്. ഇതാണോ ജനാധിപത്യം? ഈ അനീതി കണ്ടിട്ടാണ് ടൊവിനോ തോമസും വിസ്മയ മോഹൻലാലും ഈ രഞ്ജിനിയും ഒക്കെ നിലപാട് വ്യക്തമാക്കിയത്. അവർ കാണിച്ച ആ ഒരു ധൈര്യം കേവലം ഒരു കുറച്ച് ലൈക്കും ഷെയറിനും വേണ്ടി മാത്രമല്ല, മറിച്ച് രാജ്യത്തെ വിദ്യാർത്ഥികളോട് അവർ കാണിക്കുന്ന അല്ലെങ്കിൽ ക്രൂരതയ്ക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പും മറുപടിയുമാണ്. അതുകൊണ്ടാണ് ഇനിയെങ്കിലും ഈ അധികാരികൾ ആ ഒരു മൗനം വെടിയണം. സോഷ്യൽ മീഡിയയിലെ സൈബർ ആർമിയെ വിട്ട് അവരുടെ വായടപ്പിക്കാൻ നോക്കണ്ട. കാരണം ഇത് വിയോജിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും മടിയില്ലാത്ത ഒരു പുതിയ ജനറേഷനാണ് അവിടെയുള്ളത്. അത് നമ്മൾ കണ്ടതാണ്. ആ സംഘർഷത്തിൽ നമ്മൾ ആദ്യ ദിവസം കണ്ടപ്പോൾ ഉള്ള ആളുകളല്ല ഇപ്പോൾ ജന്തർ മന്ദറിലുള്ളത്. ട്രെയിനുകൾ പോകുന്നില്ല, മെട്രോ ഓടുന്നില്ല, ബസ്സുകൾ ഓടുന്നില്ല. അത്രയധികം ജനങ്ങൾ അവിടെ വരികയാണ്. സ്വന്തം മക്കൾ അവിടെയുണ്ട്. ആ മക്കളെ തേടിയുള്ള രക്ഷകർത്താക്കളുണ്ട്. സ്വന്തം മക്കൾ നഷ്ടപ്പെട്ട രക്ഷകർത്താക്കളുണ്ട്. ഇതെല്ലാം പുറമെ ഒരു പറ്റം യുവതലമുറ അല്ലെങ്കിൽ ജെൻസി കിഡ് ഇവിടെയുണ്ട്. ഈ ജെൻസി കിഡിനെ പല രീതിയിൽ അടിച്ചമർത്താൻ നോക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടി കൂടിയാണത്. അതായത് എല്ലാം ഒന്നും പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല സാർ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മോദിയോട് ഒരൊറ്റ ചോദ്യം മാത്രം, അങ്ങ് എന്തിനാണ് പ്രധാനമന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങക്ക് ഈ ഒരു അല്ലാതുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ ഇട്ട് സന്തോഷിക്കാൻ കഴിയുന്നത്? എന്തായാലും ജനങ്ങൾക്ക് ഇനി തെറ്റു പറ്റില്ല. അടുത്ത തലമുറ നിങ്ങളെ നോക്കിക്കൊണ്ട് പറയും, അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കും, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഒരിക്കലും നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ലാത്ത വിധത്തിൽ അവർ നിങ്ങളെ തളർത്തിക്കളയും. അത്രയും വലിയൊരു മുന്നേറ്റമാണ് ഈ ജന്തർ മന്ദറിൽ കാണാൻ കഴിയുന്നത്. സാധാരണക്കാരുടെ ഈ ഒരു ശബ്ദം ഇനിയും തെരുവുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അതാർക്കും കെടുത്താൻ കഴിയില്ല. അയോധ്യപ്പടിയിൽ പൂട്ടിയ വായ് ഈ യുവതലമുറയ്ക്ക് മുന്നിൽ ഭരണകൂടത്തിന് ഒടുവിൽ തുറക്കേണ്ടി വരുമെന്നത് തന്നെയാണ് ഈ മാറ്റങ്ങൾ തെളിയിക്കുന്നത്. കളി മാറി. ഇനി തോറ്റുകൊടുക്കാൻ ഇവർ തയ്യാറല്ല. ചുരുക്കത്തിൽ ഡൽഹിയിലെ തെരുവുകളിൽ നിന്നും ഉയരുന്ന ഈ ഒരു വിദ്യാർത്ഥി രോഷം കേവലം ഒരു താൽക്കാലിക പ്രതിഷേധമല്ല, പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ വേലിക്കെട്ടുകൾക്കപ്പുറം ഒരു തലമുറ തങ്ങളുടെ ഭാവിക്ക് വേണ്ടി നടത്തുന്ന അതിജീവനത്തിന്റെ പോരാട്ടമാണ്. ഭയമില്ലാതെ സത്യം വിളിച്ചു പറയാൻ ടൊവിനോ തോമസും വിസ്മയ മോഹൻലാൽ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ കാണിച്ച ആ ഒരു ആർജവം രാജ്യത്തെ മാറ്റങ്ങളുടെ കാറ്റിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഞാൻ കേവലം കേരളത്തിലെ സിനിമാ നടന്മാരെ മാത്രമാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ആളുകളുണ്ട്. ഈ സൈബർ ആക്രമണങ്ങൾ കൊണ്ടോ പോലീസ് കാടത്തം കൊണ്ടോ ഈ ഒരു ജനവികാരത്തെ അടിച്ചമർത്താൻ നോക്കുന്ന ഭരണകൂടങ്ങൾ വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്ന ജനറേഷനെ ശത്രുക്കളായിട്ട് കാണുന്ന സിസ്റ്റത്തിന് മുന്നിൽ യുവതലമുറ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്ന കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഈ ജനമുന്നേറ്റം നൽകുന്നത്.